ഇന്ന് മാറ്റമില്ലാത്ത വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്നതായ വചനം, ഇന്ന് കേൾക്കപ്പെടുന്നതായ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിനും സൗഖ്യത്തിനും ഉദ്ധാരണത്തിനും വിടുതലിനും കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവിന്റെ ദാസൻ ദയവായി വായിച്ചാലും. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ പ്രാരംഭ അധ്യായത്തിൽ അതിപ്രധാനപ്പെട്ടതായ ഒരു വെളിപ്പാടിന്റെ കലവറ അവിടെ തുറന്നു പിടിക്കുകയാണ്. ആ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഒന്നാമതായി നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടതായ, ശ്രദ്ധിക്കേണ്ടതായ ഒരു പദമുണ്ട്: വിലയേറിയ വിശ്വാസം. വിലയേറിയ വിശ്വാസം. അപ്പോസ്തലനായ പത്രോസിന്റെ ലേഖനങ്ങളിൽ പലയിടത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് താൻ വലിയ വില കൽപ്പിക്കുന്നത് നാം കാണുകയാണ്. 1 പത്രോസ് 1:19 ഇതേ പത്രോസ് പറയുന്നുണ്ട്, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്ന വിലയേറിയ രക്തം, 2 പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്ന വിലയേറിയ വിശ്വാസം. സത്യം പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ 2 അടിസ്ഥാനങ്ങളാണ് യേശുവിന്റെ വിലയേറിയ രക്തവും അവനിലുള്ള വിലയേറിയ വിശ്വാസവും. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിയരെ. 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നമ്മളിലുള്ള ആ കൃപയും സമാധാനവും വർദ്ധിക്കണം. ഈ ഞായറാഴ്ച ഓൺലൈൻ സർവീസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള ദൈവകൃപയും ദൈവീക സമാധാനവും വർദ്ധിച്ചു വരുവാൻ ഇടയാകണം. 3-ാമത്തെ വാക്യത്തിൽ ഭയങ്കരമായൊരു വെളിപ്പാട് താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, ഡിവൈൻ പവർ, യേശുക്രിസ്തുവിന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ഭക്തിക്കും വേണ്ടതൊക്കെയും യേശുക്രിസ്തു നിമിത്തം, യേശുക്രിസ്തുവിലൂടെ ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. His divine power has granted to us everything. His divine power has granted to us everything. സകലവും അവന്റെ കൃപയാൽ, അവന്റെ സ്നേഹത്താൽ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. 4-ാമത്തെ വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പിന്നെയും വിലയേറിയ മറ്റൊരു വിഷയത്തെ കുറിച്ച് പത്രോസ് പറയുന്നു, അത് വിലയേറിയ വാഗ്ദത്തമാണ്. യേശുവിന്റെ വിലയേറിയ രക്തം, വിലയേറിയ വിശ്വാസം, വിലയേറിയ വാഗ്ദത്തം. അപ്പോസ്തലനായ പത്രോസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയരെ. ആ അപ്പോസ്തലന്റെ വാക്കുകൾ എത്ര ശക്തമാണ്. വിലയുള്ളതിന് വില കൽപ്പിക്കുന്നത് കണ്ടോ? നിങ്ങളിലുള്ള വാഗ്ദത്തങ്ങൾ അത് വിലയേറിയതാണ്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം വിലയേറിയതാണ്. നിങ്ങളെ വീണ്ടെടുത്തത് ഈ ലോകത്തിൽ ഒരു വിലയും ആർക്കും പറയുവാൻ കഴിയാത്ത, എല്ലാ വിലകളെക്കാളും മുകളിൽ നിൽക്കുന്ന, അതിനൊരു പ്രൈസ് പറയാൻ കഴിയാത്ത യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്
നമ്മെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ആരാണ് നമ്മളെ വിളിച്ചത്? നമ്മെ വേർതിരിച്ചത്, മക്കളാക്കി മാറ്റിയത് സർവശക്തനാകുന്ന ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, തന്റെ ഏകജാതനായ പുത്രനിലൂടെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് മക്കളും അവകാശികളുമാക്കി. എന്നിട്ട് കണ്ടോ, എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത്? അവന്റെ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തു. അതെ, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് രണ്ടും രണ്ട് മേഖലയാണ്, രണ്ടും രണ്ടർത്ഥമാണ്, രണ്ടും രണ്ട് വിഷയമാണ്. ജീവനുള്ളത്, ഭക്തിക്കുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ളതും നിങ്ങളുടെ ആത്മീകമായ ആവശ്യങ്ങൾക്കുള്ളതും നിങ്ങളുടെ ആത്മാവിന്റെ നിലനിൽപ്പിനുള്ളതും ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ക്രിസ്തുയേശുവിലൂടെ സ്വർഗത്തിലെ ദൈവം സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. We are the blessed people and we are the blessed generation through the Lord Jesus Christ. യേശു ക്രിസ്തുവിലൂടെ നാം അനുഗ്രഹീതരാണ്. നിങ്ങളുടെ സ്വന്തം കരം നിങ്ങളുടെ സ്വന്തം ശിരസിൽ വെച്ച് പറയുക, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഐ ആം ബ്ലെസ്ഡ് പേഴ്സൺ. നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക, ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമാണ്. നമ്മുടെ ജീവനും നമ്മളുടെ ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ നൽകുന്നു. ഇത് വാസ്തവമായി നമ്മൾ കാണേണ്ടത്, അറിയേണ്ടത് യേശുവിന്റെ മിനിസ്ട്രിയിലൂടെയാണ്. യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷക്കാലം ജീവിച്ച കർത്താവിന്റെ ഒപ്പമായിരുന്ന അപ്പോസ്തലനായ പത്രോസ് ഇത് പറയുമ്പോ, ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ അവന്റെ അടുക്കൽ വന്ന ജനവിഭാഗങ്ങൾക്ക്, ജനതകൾക്ക് അവൻ കൊടുക്കുന്ന നന്മകളെ പത്രോസ് നേരിട്ട് കണ്ടിട്ടുണ്ട്. യേശു കർത്താവ് കേവലം പ്രസംഗങ്ങൾ മാത്രം നടത്തി, വചനങ്ങൾ മാത്രം കൊടുത്ത്, അവരുടെ സ്പിരിറ്റിനുള്ള ഫുഡ്, അകത്ത മനുഷ്യനുള്ള ആഹാരം മാത്രം കൊടുത്തവനല്ല. പിന്നെയോ അവരുടെ പുറമേയുള്ള മനുഷ്യന്റെ ആഹാരവും യേശു കൊടുത്തു. 5 അപ്പവും 2 മീനും കർത്താവ് എടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് പുരുഷാരത്തിന് വിളമ്പി. അത് മാത്രമല്ല, അതിനു മുൻപ് ആ 3 ദിവസക്കാലം സ്വർഗീയമായ വചനങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ജനത്തിന് കൊടുത്തു. അപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും സ്വർഗീയമായ വചനങ്ങളും അവരുടെ ആത്മാവിന് കൊടുത്തപ്പോൾ തന്നെ അവരുടെ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണവും യേശു കൊടുക്കാൻ മറന്നില്ല. പ്രിയരെ, നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് തരുന്ന കർത്താവിന് ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ പുരുഷാരം അട്രാക്റ്റഡ് ആയതിന്റെ കാരണങ്ങളിൽ ഒന്ന് തന്നെ അതാണ്. വലിയ ക്രൗഡ് യേശുവിന്റെ അടുക്കൽ വന്നതിന്റെ റീസൺ അതാണ്. യേശു കർത്താവിന്റെ അടുക്കൽ അന്ധൻ വന്നാൽ അന്ധന് കാഴ്ച ലഭിക്കുന്നു, അവന്റെ നീഡ് യേശു മീറ്റ് ചെയ്യുന്നു. ചെകിടൻ വന്നാൽ അവന് ചെവി കേൾക്കുന്നു, അവന്റെ നീഡ് യേശു മീറ്റ് ചെയ്യുന്നു. വിശപ്പുള്ളവർ കൂടിയിരുന്നാൽ അപ്പമെടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് വിളമ്പുന്നു, അവരുടെ നീഡിനെ കർത്താവ് മീറ്റ് ചെയ്യുന്നു. സമാധാനമില്ലാത്തവർ വന്നാൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അവന്റെ അടുക്കൽ വന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു, അവരുടെ നീഡിനെ യേശു മീറ്റ് ചെയ്യുന്നു. ജനത്തിന്റെ ആവശ്യങ്ങളെ യേശു പരിഹരിക്കുന്നു, അവരുടെ പേഴ്സണൽ നീഡിനെ കർത്താവ് പരിഹരിക്കുന്നു എന്ന കാരണമാണ് പ്രധാനമായും വലിയ പുരുഷാരം അവനെ അനുഗമിക്കുവാൻ തന്നെ കാരണമായി തീർന്നത്. അങ്ങനെങ്കിൽ ഈ ഞായറാഴ്ച ഈ സർവീസ് കാണുന്ന പ്രിയപ്പെട്ടവർ വ്യക്തമായി വ്യക്തിപരമായി തിരിച്ചറിയണം, യേശു കർത്താവ് സ്വർഗസ്ഥനായ എന്റെ ദൈവം എന്റെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നൽകുന്ന ദൈവമാണ്. അത് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, ഈ പുരുഷാരത്തെ, തന്റെ അടുക്കൽ വരുന്ന ജനത്തെ അവൻ സ്നേഹിച്ച ദൈവമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണ്. മത്തായി സുവിശേഷം
9-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കർത്താവിന്റെ ആ മനസ്സലിവ് ഭയങ്കരമാണ്. He was moved with compassion on them. ആ കമ്പാഷൻ, പുരുഷാരത്തോടുള്ള തന്റെ കമ്പാഷൻ, വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, കഷ്ടതയിലിരിക്കുന്നവരെ കാണുമ്പോഴുണ്ടാകുന്ന തന്റെ ആ ഒരു മനസ്സലിവിന്റെ ആഴം വളരെ വലുതായിരുന്നു. ഈ 6-ാം മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നാം അറിയണം പ്രിയരെ, നമ്മോട് മനസ്സലിവുള്ള, കരുണയുള്ള ഒരു കർത്താവിന്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. മത്തായി 15:30 വരുമ്പോൾ പുരുഷാരത്തിന്റെ ആവശ്യങ്ങളെ അവൻ മീറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാം. ലൂക്കോസ് 6:17-18 വാക്യങ്ങളിൽ വരുമ്പോൾ അത്ഭുതങ്ങളെ ചെയ്യുന്ന കാണാം. അവൻ പുരുഷാരത്തെ, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവന്റെ കാൽക്കൽ വെച്ചു, അവൻ അവരെ സൗഖ്യമാക്കി. മുടന്തന്റെ ആവശ്യം നടക്കുക എന്നുള്ളതാണ്, കുരുടന്റെ ആവശ്യം കാണുക എന്നുള്ളതാണ്, ഊമന്റെ ആവശ്യം സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്, കൂനരുടെ ആവശ്യം നിവർന്ന് നടക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സമസ്ത തുറകളിലുമുള്ളവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ എല്ലാം പേഴ്സണൽ നീഡ്സ് യേശു മീറ്റ് ചെയ്തു. അല്ലാതെ കുറെ വാചകമടിയും കുറെ പ്രസംഗങ്ങളും മാത്രമായിരുന്നില്ല കർത്താവിന്റെ ശുശ്രൂഷ. അവൻ പുരുഷാരത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ പരിഹരിച്ചു. 2, അവരുടെ ആത്മാവിനും അവരുടെ ശരീരത്തിനും വേണ്ടുന്ന വിടുതലുകളെ കൊടുത്തു. യേശു എന്റെ ആത്മാവിന്റെയും എന്റെ ശരീരത്തിന്റെയും കർത്താവാണ്. വായ്കൾ തുറന്ന് എന്നോടൊപ്പം പറഞ്ഞു, യേശു എന്റെ ആത്മാവിന്റെയും എന്റെ ശരീരത്തിന്റെയും കർത്താവാണ്. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് നൽകുന്നു. ഈ ആഴ്ചയിൽ, പ്രത്യേകിച്ച് ഈ പുതിയ മാസത്തിൽ, ജൂൺ മാസത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നീഡുകളെയും, പേഴ്സണൽ നീഡുകളെയും, വ്യക്തിപരമായ ആവശ്യങ്ങളെയും കർത്താവ് പരിഹരിക്കുന്ന ദിനങ്ങളാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ ദൈവത്തിന് അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കർത്താവ് അതിൽ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നന്മയെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മത്തായി 7:11 എഴുതിയിരിക്കുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. കരങ്ങളെ ഉയർത്തി പറയാമോ, നന്മ എന്റെ ദൈവം എനിക്ക് നൽകും. നന്മയല്ലാതെ ഒരു തിന്മയും എന്റെ കർത്താവ് എനിക്ക് ചെയ്യുകയില്ല. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ, ഇപ്പോൾ സ്കൂള് തുറന്നു. ഈ സ്കൂള് തുറന്നതായ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂൾ ബാഗുകൾ നിങ്ങൾ വാങ്ങിക്കൊടുത്തു. ഏറ്റവും നല്ല ടിഫിൻ ബോക്സുകൾ, നോട്ട്ബുക്കുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സസ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കൊടുത്തു. അവർക്ക് നിങ്ങളാൽ കഴിയുന്നതിനും അപ്പുറമായ നിലകളിൽ ശ്രേഷ്ഠകരമായി അവരെ സ്കൂളിലേക്ക് അയച്ചു. അവർ സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കഴിക്കാനുള്ള ആഹാരം നിങ്ങൾ ഒരുക്കി വെക്കുന്നു. നിങ്ങളുടെ ജീവിതവും ജീവനും നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിക്ഷേപിച്ചിരിക്കുന്നു. ദോഷികളായ ഞാനും നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ എത്രയധികമായി നന്മ കൊടുക്കും, നന്മ ചെയ്യും. അവിടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഗീവ് ഗുഡ് തിങ്സ് ടു ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗീവ് ഗുഡ് തിങ്സ് ടു ദം. ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു. ഒരിക്കൽ കൂടെ പറയാമോ, അധരങ്ങൾ തുറന്ന് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ നന്മകളെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് വ്യക്തിപരമായ നമ്മളുടെ എന്തെങ്കിലും കൂട്ടിവെക്കൽ കൊണ്ടല്ല, ഞാൻ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു. നമ്മളുടെ എന്തെങ്കിലും ഡിപ്പോസിറ്റുകൾ കൊണ്ടല്ല. അന്നന്ന് വേണ്ടതെല്ലാം നമുക്ക് തന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പുലർത്തും. ഒരു പാട്ടുണ്ടല്ലോ, അന്നു ഞങ്ങൾക്ക് ഉള്ളതെല്ലാം നൽകുന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ട് എന്ന് ഉള്ള വാക്ക് തന്നവൻ. അന്നന്ന് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നൽകി നമ്മെ പോറ്റുന്ന ദൈവമാണ്. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ
അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഒരിക്കൽ കൂടെ ചേർത്ത് പാടിയേ. അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോൻ, അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അതെ പ്രിയപ്പെട്ടവരെ, അന്നു വേണ്ടതെല്ലാം നമുക്ക് നൽകുന്ന ഒരു കർത്താവുണ്ട്. ഈ സമയം വരെയും നമ്മളെ അത്ഭുതകരമായി അതിശയകരമായി കരുതിയ ഒരു അപ്പയുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എന്റെ ജീവനും എന്റെ ഭക്തിക്കും വേണ്ടതൊക്കെയും ഓരോ ദിവസവും എന്റെ സ്വർഗത്തിലെ അപ്പ എനിക്ക് നൽകുന്നു എന്ന്? യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ പിന്നെ യേശു അവരോട്, ശിഷ്യന്മാരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. ഞാൻ നിങ്ങളെ മടിശീലയില്ലാതെ, പൊക്കണമില്ലാതെ, ചെരുപ്പില്ലാതെ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ പേഴ്സ് എന്ന പദം നിങ്ങൾക്ക് കാണാം, ഷൂസ് എന്ന് കാണാം. ഷൂസും പേഴ്സും ഒന്നുമില്ലാതെ ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾക്ക് എന്തിനെങ്കിലും വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഒരു കുറവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളെ നടത്താൻ കഴിയുന്ന ഒരു നല്ല ദൈവം ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാസ്റ്റർമാരെന്ന് പറയുന്നവർക്കും ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. കാരണം ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലാതെ, പേഴ്സ് ഇല്ലാതെ, പേഴ്സിൽ കാശില്ലാതെ കാര്യം എങ്ങനെ നടക്കും എന്ന് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്നില്ലേ? നമ്മളെല്ലാവരും, ലോകത്തിലെ സകല മനുഷ്യരും എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമല്ലേ, പൈസ ഉണ്ടെങ്കിലേ, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ പേഴ്സ് ഇല്ലായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ചെരുപ്പില്ലായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഷൂസ് ഇല്ലായിരുന്നു, പ്രത്യേകിച്ചൊന്നും നിങ്ങളുടെ കയ്യിൽ ഒരു ഡിപ്പോസിറ്റും ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്തിനെങ്കിലും എപ്പോഴെങ്കിലും വല്ല കുറവും ഉണ്ടായോ? ഇന്ന് ഈ ഓൺലൈൻ സർവീസ് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഞാൻ ഇതിൽ നിന്നൊരു സത്യമായ കാര്യം പറയാം. ജീവനുള്ള ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിച്ച് നീ ഇറങ്ങി തിരിച്ച വ്യക്തിയെങ്കിൽ, ഈ സർവശക്തനാകുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിത്വമെങ്കിൽ, ഒന്നിനും കുറവ് വരുത്താതെ അവന് നിങ്ങളെ നടത്തുവാൻ കഴിയും. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ കർത്താവേ, ഒന്നിനും കുറവുണ്ടാകാതെ ഞാൻ ഒത്തിരി ആകുലപ്പെട്ടെങ്കിലും, ഞാൻ പലതിലും ചിന്തിച്ചു കൂട്ടിയെങ്കിലും എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നൊക്കെ ഞാൻ മാനുഷികമായി ഒത്തിരി ടെൻഷൻ അടിച്ചെങ്കിലും, വറീഡായെങ്കിലും ഒന്നിനും കുറവ് വരുത്താതെ തക്ക സമയത്ത്, അതാത് സമയത്ത്, കൃത്യസമയത്ത് സകലതും നൽകി മാനിച്ച കർത്താവിനെന്ന് സ്തോത്രം ചെയ്യാമോ? ആ അനുഭവമുള്ളവർ ഈ ലൈവ് ചാറ്റിൽ ഒരു ആമീൻ ഇടാമോ? ഒരു ആമീൻ ഒന്ന് എഴുതിയിടാമോ? എന്റെ ദൈവം ഒന്നിനും കുറവുണ്ടാകാതെ അപ്പോസ്തലന്മാരെ നടത്തിയതുപോലെ എന്നെയും ഈ നിമിഷം വരെയും പരിപാലിക്കുവാൻ, നടത്തുവാനിടയായി. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതെല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല. മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല.
പക്ഷേ മാനുഷിക ബുദ്ധികൾക്ക് അതീതമാണ് ദൈവത്തിന്റെ ശക്തി. എന്റെ ബുദ്ധിക്കും എന്റെ കഴിവിനും എന്റെ പ്രവൃത്തികൾക്കും അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 107:38 തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ ഇടവരുത്തിയതുമില്ല. Also he blesses them and they multiply greatly. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം അനുഗ്രഹിച്ചാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുമെന്ന്. Also he blesses them and they multiply greatly. ദൈവം 1+1=2 ദൈവമല്ല, അവൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം വർധനവിന്റെ ദൈവമാണ്, ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ജീസസ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കും, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെയും കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെയും കൊണ്ട് തന്നെ സത്യം ചെയ്തു. 14-ാം വാക്യം ജിജി പാസ്റ്റർ വായിച്ചേ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളിച്ചെയ്തു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാമിന്റെ സന്തതികളെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അബ്രഹാമിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരെ, പിശാച് നിങ്ങളെ പറ്റിക്കരുത്, പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്. നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ചിന്തയിൽ നെഗറ്റീവായ കാര്യങ്ങൾ കുത്തിവെച്ചിട്ട് ദൈവവചനത്തിന്റെ സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ നിങ്ങൾ ദാരിദ്ര്യത്തിലും നരക ജീവിതത്തിലും കിടക്കേണ്ടവരല്ല. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തന്നേക്കാൾ വലിയവനെയും കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെയും കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് ആ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഞാനും നിങ്ങളും ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ അബ്രഹാമി അനുഗ്രഹത്തിന് അകത്തു കൊണ്ടുവന്നത്. നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഈ അബ്രഹാമിനെ നോക്കിയാൽ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച കുറിവാക്യം അബ്രഹാമിന്റെ ലൈഫിൽ കാണും. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ കേവലം പ്രസംഗങ്ങൾ മാത്രമല്ല, അവരുടെ ആത്മാവിന്റെ ഭക്ഷണം മാത്രമല്ല, അവരുടെ ശരീരത്തിന് വേണ്ടതും കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. അബ്രഹാമിനെ നിങ്ങൾ നോക്കിയാൽ 2 കാര്യങ്ങൾ അബ്രഹാമിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന്, അബ്രഹാമിനെ ദൈവം സ്പിരിച്വലി ഭയങ്കരമായി ബ്ലസ് ചെയ്തു. ഇൻ അതർ സൈഡ്, അബ്രഹാമിനെ ഫിനാൻഷ്യലിയും സർവശക്തനാകുന്ന ദൈവം ഭയങ്കരമായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനെ അതിശക്തമായി ദൈവം അനുഗ്രഹിച്ചു, 2 നിലകളിലും അനുഗ്രഹിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ ആശ്രയിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. വിശ്വാസികൾ ആരാണ്? വിശ്വാസികൾ ഒരു ആമീൻ പറഞ്ഞേ. വിശ്വാസികൾ എന്ന് സ്തോത്രം ചെയ്തേ. വിശ്വാസികൾ ആരാണ്? വിശ്വാസികൾ അബ്രഹാമിന്റെ മക്കളാണ്. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ പദവി ഏത് നിലയിലായിരിക്കുമോ മകനാകുന്ന ഞാൻ ആ പദവിയിൽ വളരുവാൻ ഇടവരും. അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വളരുന്ന തന്റെ മക്കൾ ആ പ്രസിഡന്റിന്റെ പദവിയിലാണ്, ആ സെക്യൂരിറ്റിയിലാണ്, ആ അധികാരത്തിൻ പരിധിയിലാണ് അവരും വളർന്നു വരുന്നത്. ആ നന്മകൾ അവർക്കും ഉണ്ടാകുവാൻ ഇടവരും. അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ താമസിക്കുകയും മക്കളെയും ഭാര്യയെയും വാടക വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്യുകയല്ല. മക്കളാണെങ്കിൽ അവരും വൈറ്റ് ഹൗസിൽ തന്നെ കാണും. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അബ്രഹാമി അനുഗ്രഹം നമ്മിൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു തിരുവെടുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ചില ആൾക്കാർ പറയാറുണ്ട് അവര് പ്രസംഗിക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ ആണെന്ന്. പക്ഷേ ഈ വാക്യം നിങ്ങൾ എവിടെ കൊണ്ട് ചെലവാക്കും?
എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ മുൻകണ്ടിട്ട് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം, അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. അതിനെന്താ നമ്മൾ പറയേണ്ടിയേ? അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. 2 തവണ പറയാം, അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം, അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിന്റെ കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസികളാണോ എന്നെ കേൾക്കുന്നത്? ഇവിടെ ഇരിക്കുന്നവർ വിശ്വാസികളാണോ? എന്നെ കേൾക്കുന്നവർ വിശ്വാസികളാണോ? വിശ്വാസികളായ നിങ്ങൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മള് ഒരു തുണി മേടിച്ചിട്ട്, ഷർട്ടിന്റെ തുണി മേടിച്ചിട്ട് തയ്ക്കുന്ന തയ്യൽക്കാരന്റെ കയ്യിൽ, ടൈലറിന്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരളവ് ഷർട്ടും കൂടെ കൊടുക്കും. എന്നിട്ട് പറയും, ചേട്ടാ ഈ ഷർട്ട് പോലെ ഈ ഷർട്ടും തയ്ച്ചു തരണം, ഈ തുണിയും ഈ ഷർട്ട് പോലെ ആകണം. ഇപ്പൊ ഇത് കേവലം തുണിയാണ്, പക്ഷെ ഇതേ അളവിൽ ഈ ഷർട്ടും ഈ തുണിയും ഷർട്ടാക്കി തരണം എന്നതുപോലെയാണ് വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അതേ സ്കെയിലിൽ, അതേ അളവിൽ, അതേ മാന്യതയിൽ, അതേ നിലവാരത്തിൽ നാം അനുഗ്രഹിക്കപ്പെടണമെന്ന് ഈ വചനം പറയുമ്പോൾ വേണ്ടാത്തവർക്ക് വേണ്ട, വേണ്ടുന്നവരെ ആമീൻ പറഞ്ഞ് സ്വോത്രം ചെയ്തു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ഞാൻ മറ്റൊന്നും പ്രസംഗിക്കുന്നില്ല പ്രിയരെ. ഗലാത്യർ 3:13-14 പറയുന്നുണ്ട്, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി? അനവധിയായ ശാപബന്ധനങ്ങളുടെ കീഴിൽ കിടക്കുന്ന വ്യക്തിത്വങ്ങളെ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ, ആ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ എന്തുകൊണ്ട് ആ പരിശുദ്ധ രക്തം എന്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി? 14-ാം വാക്യം പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളുടെ മേൽ വരേണ്ടതിന്, അനുഗ്രഹം നിങ്ങളിലേക്ക് വരേണ്ടതിന്, നന്മകൾ നിങ്ങളിലേക്ക് വരേണ്ടതിന്, അബ്രഹാമിന്റെ സന്തതിയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടതിന് യേശു ക്രിസ്തുവിലൂടെ, ആ ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിലൂടെ നാം പ്രാപിപ്പാനിടയായി. അബ്രഹാമിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അസൂയുള്ളവരാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചില വലിയ വൈദ്യന്മാർ മർമ്മം പറഞ്ഞു കൊടുക്കില്ല, എല്ലാ മർമ്മവും പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പണി പോകും. എല്ലാ ടെക്നിക്കും പറഞ്ഞു കൊടുക്കില്ല ചില ഡോക്ടർമാർ കൂടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില അറിയപ്പെടുന്ന ഭക്ഷണങ്ങളുണ്ട്, ഫേമസ് ആയിട്ടുള്ള അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ചില ടൈപ്പ് ഓഫ് ചിക്കൻ ഒക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലും സുലഭമാണ്. അതിന്റെ റെസിപ്പി അവര് പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ചേട്ടനും അതുപോലെ ഉണ്ടാക്കും, പിന്നെ ഇവന്റെ പണി പോവും. പക്ഷേ അനുഗ്രഹിക്കപ്പെടാനുള്ള മുഴുവൻ റെസിപ്പിയും നമുക്ക് തന്നിരിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. അത് പറഞ്ഞു തന്നിട്ടും എഴുതി തന്നിട്ടും വായിച്ചു തന്നിട്ടും പ്രസംഗം കേട്ടിട്ടും എനിക്കിതൊന്നും വേണ്ട എന്ന് നിങ്ങൾ പറയുന്നത് വേറെ ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശാപത്തിന്റെ കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളുടെ മേൽ വരേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. എന്നിട്ട് ഈ പ്രോസ്പെരിറ്റി ഒന്നും ഇല്ല, ഈ അനുഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പ്രസംഗിക്കുന്ന ഉപദേശി ഏറ്റവും നല്ല കാറിലാണ് നടക്കുന്നത്, ഏറ്റവും നല്ല വീട്ടിലാണ് താമസിക്കുന്നത്. തെറ്റല്ല, ദൈവദാസന്മാർ ഏറ്റവും നല്ലതുപോലെ നടക്കണം, ഏറ്റവും നല്ല രീതി ജീവിക്കണം. പക്ഷെ അതിന് കൂട്ടത്തെ അവർ പഠിപ്പിക്കുകയും വേണം.
അവര് നല്ല കാറിൽ നടക്കുമ്പോൾ, അവര് നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ, അവർക്ക് നല്ല വസ്ത്രം ഉള്ളപ്പോൾ വിശ്വാസികളെയും കൂടെ പഠിപ്പിക്കണം, എനിക്കിതൊക്കെ തന്ന കർത്താവ് നിങ്ങൾക്കും ഇതൊക്കെ തരുമെന്നും കൂടെ പറയണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും കഷ്ടതയും പട്ടിണിയുമാണ്, അത് ദൈവം തന്ന വിധിയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഇവരടിച്ചു പൊളിക്കുന്നത് ശരിയല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കും. ഞങ്ങളെ മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. ഞങ്ങളെ കുറച്ച് കട്ടി കൂടിയ രക്തം കൊണ്ടും യേശുവിന്റെ കട്ടി കുറഞ്ഞ രക്തം കൊണ്ടുമല്ല നിങ്ങളെ വീണ്ടെടുത്തത്. എന്നെ നിങ്ങളെ വീണ്ടെടുത്തത് ഒറ്റ രക്തമാണ്. ഞാനും നിങ്ങൾ ഒറ്റ അപ്പന്റെ മക്കളാണ്, അബ്രഹാമിയ സന്തതികളാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. അബ്രഹാമിയ സന്തതി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും. ആ പാറ ഏതാണ്? നിങ്ങളെ വെട്ടിയെടുത്ത പാറ ഏതാണ്? ക്രിസ്തുവാകുന്ന പാറ. ഹല്ലേലൂയ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാൽ നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എന്റെ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. എന്നെ വെട്ടിയെടുത്ത പാറ ക്രിസ്തുവാകുന്ന പാറയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ അത് വ്യക്തമാക്കുന്നുണ്ട്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിൽ നിന്നും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുവീൻ. 2-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. 2-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ പ്രസവിച്ച സാറ ഒരാളെയല്ലേ പ്രസവിച്ചുള്ളൂ. ഇസഹാക്കിനെ പ്രസവിച്ച സാറയിലേക്ക് നിങ്ങൾ നോക്കുവീൻ. അല്ലെങ്കിൽ ആ ഒരു മകനെ പ്രസവിച്ച സാറയിലേക്ക് നിങ്ങൾ നോക്കുവീൻ എന്നല്ല പറഞ്ഞത്, നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും. അപ്പൊ അതിനകത്ത് പ്രവാചകൻ കാണുന്ന ഒരു വെളിപ്പാടുണ്ട്. ഞാൻ അവനെ ഏകനായി വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. കണ്ടോ, ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾ അബ്രഹാമി അനുഗ്രഹങ്ങൾക്ക് അവകാശിയെന്ന്. ഇത് യഹൂദ ജനതയെ കുറിച്ച് പറഞ്ഞ വാഗ്ദത്തമാണ്. ഉറപ്പായും ഇത് യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനമാണ്. പക്ഷേ യെശയ്യാ 51-ന്റെ 2-ാമത്തെ വാഗ്ദത്തം, ഞാൻ എന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ, ക്രിസ്തുവിലായി തീർന്നോ, ആ വാഗ്ദത്തത്തിന് ഞാനും അവകാശികളായി തീർന്നു. ഞാൻ അവനെ ഒറ്റയ്ക്ക് വിളിച്ചു. ആരെ? അബ്രഹാമിനെ ഏകനായി വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. അപ്പൊ എന്തിനാ വിളിച്ചേ? അനുഗ്രഹിക്കാൻ. ഞാൻ അവനെ ഏകനായി വിളിച്ചു, വിളിച്ച ഞാൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവോ? സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നുവോ?
അവന്റെ വചനപ്രകാരം നിങ്ങൾ നിൽക്കുന്നുവോ, അവൻ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കും. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് വിശ്വാസികളാണ് മക്കളെ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഈ വേദപുസ്തകത്തിനകത്ത്, ബൈബിളിനകത്ത് യേശുക്രിസ്തു പലരെയും സുഖപ്പെടുത്തി, അനവധി പേരുടെ ജീവിതത്തിൽ വിടുതലുകൾ കൊടുത്തു. അവരുടെ ജീവിതത്തിലേക്ക് ആ വിടുതൽ വരാൻ ചില കാരണങ്ങളുണ്ട്. എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ചിലർ അനുഗ്രഹിക്കപ്പെടുവാനും ചില കാരണങ്ങൾ ദൈവം മുൻപാകെ ഉണ്ട്, ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവം മുൻപാകെ ചില റീസൺസ് ഉണ്ട്. എല്ലാറ്റിനും ചില റീസൺസ് ഉണ്ട്. കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല, അതിനും റീസൺസ് ഉണ്ട്. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് 13:16 വായിക്കുമ്പോൾ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം. ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ സ്ത്രീ. ലൂക്കോസ് 13:16 ആ സ്ത്രീ ദേവാലയത്തിൽ ആയിരിക്കുന്ന സമയത്ത് യേശു അവിടെ പ്രസംഗിക്കുമ്പോൾ യേശു അവളെ തന്റെ അടുക്കൽ വിളിച്ചു. യേശു അവളെ തന്റെ അടുക്കൽ വിളിക്കുമ്പോൾ അന്ന് ശബത്ത് ദിവസമാണ്. അന്ന് ശബത്ത് ദിവസമായതുകൊണ്ട് ഒരത്ഭുതവും ഒരു ശുശ്രൂഷയും ഒരു വൈദ്യവൃത്തിയും നടത്താൻ പാടില്ല. യേശു എവിടെ ചെന്നാലും മിറക്കിൾസ് ആർ നോർമൽ, ഹീലിംഗ്സ് ആർ നോർമൽ, വിടുതലുകൾ സാധാരണമാണ്. പക്ഷെ അന്ന് ആ പള്ളിയിലിരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഒരു എക്സ്പെക്ടേഷനും ഇല്ല. കാരണം ശബത്തിൽ വൈദ്യവൃത്തി നടത്തിക്കൂടാ, ശബത്തിൽ മരുന്ന് കൊടുത്തുകൂടാ, ശബത്ത് ദിവസം എഴുന്നേപ്പിച്ച് നടത്തിക്കൂടാ. അത് സ്വസ്ഥമായിരിക്കുവാനുള്ള ദിനമാണ്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ, തിരുവെഴുത്തുകളെ കേട്ടോണ്ടിരിക്കുമ്പോൾ, ന്യായപ്രമാണ ശബ്ദങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യേശു കർത്താവ് ആ കൂനിയായ സ്ത്രീയെ പുറകിൽ നിന്ന് തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. അവൾ കൂനി കൂനി കർത്താവിന്റെ അടുക്കൽ വന്നു. യേശു അവളെ തൊട്ടു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പള്ളിയിലുള്ളവർ മുഴുവൻ ഇത് കണ്ടിട്ട് ഭയങ്കരമായി കോപപരവശരായി. അവർ ദേഷ്യപ്പെട്ടു. ശബത്ത് ദിവസം അവൻ എന്തിനാണ് അവളെ സൗഖ്യമാക്കിയത്, എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ഭയങ്കര ഒരു ആർഗ്യുമെന്റേഷൻ, തർക്കവും വാദവും വഴക്കും ഒക്കെ നടക്കുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് യേശു അവളെ സുഖപ്പെടുത്തിയത് എന്നതിന്റെ മറുപടി അവിടെ കൊടുക്കുന്നു. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ വഴക്കും അവിടെ തീർന്നു. പിന്നെ ആർക്കും അലക്കണ്ട, പിന്നെ ഒരു പരീശനും ഒരു ശബ്ദം ഉണ്ടാക്കണ്ട. കാരണം വിമർശിക്കുന്ന പരീശന് പോലും അറിയാം അബ്രഹാമിയ തലമുറ നേരെ നിൽക്കാനുള്ളതാണ്. വിമർശിക്കുന്ന പരീശന്മാർക്ക് പോലും അറിയാം അബ്രഹാമിയ സന്തതികൾ അനുഗ്രഹിക്കപ്പെടാനുള്ളതാ, ബന്ധിക്കപ്പെടാനുള്ളതല്ലെന്ന്. അബ്രഹാമ്യ സന്തതി വിടുതൽ പ്രാപിക്കാനുള്ളതാണ്, അവരുടെ ബന്ധനം അഴിയപ്പെടാനുള്ളതാണ്, അവർ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകാനുള്ളവരാണ് എന്ന് പറഞ്ഞതിനാൽ പിന്നെ അവിടെ ഒരു ആർഗ്യുമെന്റേഷന്റെ ആവശ്യമില്ല. സത്യത്തിൽ പരീശന്മാർക്കുള്ള വെളിപ്പാടെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്കുണ്ടായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വിമർശകർക്ക് പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. അബ്രഹാമ്യ സന്തതി ബന്ധനത്തിന്റെ കീഴിലല്ല, അബ്രഹാമ്യ സന്തതി വിടുതലിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. വിശ്വാസികളെ, ആ ബന്ധനം ദൈവം തന്നതാണ്, ദൈവം തന്നതാണ്. അത് കർത്താവ് നിങ്ങൾക്ക് തന്നൊരു സമ്മാനമാണ്. അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കാൻ യോഗ്യനാണെന്നൊക്കെ പറയുമ്പോ ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധി പറയാൻ കഴിയണം, കർത്താവേ, നീ അനുവദിച്ചതാണെങ്കിലും അത് നന്മയ്ക്കായേ തീരൂന്ന് എനിക്കറിയാം. 2, നീ എന്നെ കഷ്ടങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, അടിപ്പിണർ ഏറ്റെടുത്തത് ഞാൻ രോഗിയാകാനല്ല, ഞാൻ സൗഖ്യമാകാനാണ്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്കിതാ അസുഖങ്ങൾ വന്നിരിക്കുന്നു എന്നല്ല, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവേ, അതൊന്ന് വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ മൈൻഡിൽ, എന്റെ ചിന്തകളിൽ,
എന്റെ വികാരങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ ഞാൻ കൊണ്ട് നടക്കുന്ന കുറെ നെഗറ്റീവ് തോട്ടുകളെ, കുറെ പാഴായ പ്രസംഗങ്ങളെ, കുറെ എനിക്കൊരു പ്രയോജനമില്ലാത്ത കുറെ ചിന്താഗതികളെ ഒന്ന് പൊളിക്കാൻ ഒരു കൃപ എനിക്ക് തരണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. പരീശന്മാർക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല അബ്രഹാമ്യ സന്തതി നേരെ നടക്കേണ്ടതാന്ന് പറഞ്ഞപ്പോൾ. കാരണം അവർക്ക് പോലും അറിയാം അബ്രഹാമ്യ സന്തതി ബന്ധനത്തിന്റെ കീഴിലല്ല, അവൻ സൗഖ്യത്തിന്റെ കീഴിലാണ്, അവൻ അനുഗ്രഹത്തിന്റെ കീഴിലാണ്, അവൻ വിടുതലിന്റെ കീഴിലാണ് എന്ന സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിബന്ധനകളെ തകർത്ത് യേശുവിടെ ബന്ധനം അഴിച്ചു. എന്തായിരുന്നു നിബന്ധന? നിബന്ധന ശബത്താണ്. ശബത്തിൽ സൗഖ്യമാക്കിക്കൂടാ. പക്ഷെ കർത്താവ് പറയുന്നു, അബ്രഹാമ്യ സന്തതിക്ക് വിടുതലുണ്ടാകാൻ നിബന്ധനകളില്ല, ഒരു വകുപ്പുമില്ല. അവൻ ഏത് സമയവും ബ്ലെസ്ഡ് ആയിരിക്കണം, അവൻ ഏത് സമയവും സൗഖ്യത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു അല്ലേ പറഞ്ഞത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല കാര്യങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നന്മ എത്ര അധികം ചെയ്യുമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് തിന്മ ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ ആഴമായി മനസ്സിലാക്കി തരാം, സൗമ്യതയോടെ പറയാം. നീ എന്ത് വിശ്വസിക്കുന്നോ അതായിരിക്കും നീ അനുഭവിക്കുന്നത്. നീ എന്താണോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതായിരിക്കും നിന്റെ ലൈഫ്. നിന്റെ സ്വപ്നങ്ങൾക്ക് എത്ര ഉയരമുണ്ടോ നീ അത്രയും ഉയരത്തിലേക്ക് പറക്കും. നിന്റെ വിശ്വാസത്തിന് എത്ര അടിസ്ഥാനമുണ്ടോ നിന്റെ വിശ്വാസ ജീവിതം അത്രത്തോളം ശക്തമായിരിക്കും. എന്താണോ ആഴമായി വിശ്വസിച്ചിരിക്കുന്നത്, ആ വിശ്വസിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്ന ഘടകം. നെഗറ്റീവായുള്ള കുറെ കാര്യങ്ങളും കുറെ പ്രസംഗങ്ങളും കുറെ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഈ നെഗറ്റീവായിട്ടുള്ള പ്രസംഗങ്ങൾ പറയുന്ന ആൾക്കാർ പോലും പേഴ്സണലി അവർ പ്രോസ്പെരിറ്റിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നോട് പറയട്ടെ, എന്റെ ആഗ്രഹം നിങ്ങൾ എന്നെക്കാളും അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ദേശത്തിൽ മാനിക്കപ്പെടണം, എല്ലാവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകണം, എല്ലാവിധ വിടുതലുകളും നിങ്ങൾക്കുണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ വലിയ സമൃദ്ധി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകണം. ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തു. മറ്റൊരു അബ്രഹാമീയ സന്തതിയുടെ ജീവിതത്തിൽ നടക്കുന്ന വിടുതലിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ലൂക്കോസ് 19:1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷനെ കണ്ടു. വായിക്കാം പാസ്റ്റർ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കർത്താവ് പബ്ലിക്കലി ഡിക്ലെയർ ചെയ്യുകയാണ്, ഇവൻ അബ്രഹാമിന്റെ മകനാണ്. He also is a son of Abraham. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. എപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? സക്കായി എന്ത് പറഞ്ഞപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? സക്കായി പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു അബ്രഹാമിയ സ്വഭാവമായിരുന്നു. എന്തുവാ ഈ കൊടുക്കുന്നത്? അബ്രഹാമിയ സ്വഭാവമാണ് ഈ കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു ദൈവി. ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗാഡ്. നിങ്ങൾ എഴുതി വെച്ചോ, ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗാഡ്. നൽകുക എന്ന് പറയുന്നത്, കൊടുക്കുക എന്ന് പറയുന്നത് ദൈവികമായ സ്വഭാവമാണ്. നിങ്ങൾ ഈ ഭൂമി ഒന്ന് നോക്കിയേ, ദൈവം സൃഷ്ടിച്ച സകലത്തെ ഒന്ന് പരിശോധിച്ചേ. ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. സൂര്യൻ എന്ത് ചെയ്യുന്നു? വെളിച്ചവും ചൂടും കൊടുക്കുന്നു.
ദൈവം ഇവിടെ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? ഫലം കൊടുക്കുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം, ദൈവം ഈ ഭൂമിയിൽ താൻ ക്രിയേറ്റ് ചെയ്തതെല്ലാം ഓരോന്നും ഡിഫറന്റ് ആയ നിലയിൽ ഒന്നിനൊന്ന് കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. വെളിച്ചം കൊടുക്കാൻ, ചൂട് കൊടുക്കാൻ സൂര്യനെ സൃഷ്ടിച്ചു. നിലാവെളിച്ചം കൊടുക്കാൻ ചന്ദ്രനെ സൃഷ്ടിച്ചു. ഫലങ്ങൾ നൽകാൻ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. എല്ലാം ഗിവിംഗ് ആണ്, മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ്. അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് മനുഷ്യരെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കുക, കൊടുക്കുക എന്നുള്ളത്. ഒന്ന് അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കിയേക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിനക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ തരിക മാത്രമല്ല, കുടുംബത്തിൽ, ദേശത്തിൽ, ചർച്ചക്കാരുടെയിൽ, സമൂഹത്തിൽ, സമസ്ത മേഖലകളിലും നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. കൈ തലയിലോട്ട് വെച്ച് പറയാമോ? ഞാൻ അബ്രഹാമിനെ പോലെ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 12-ാം അധ്യായത്തിന്റെ ശ്രദ്ധിച്ചേ 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലാണ് ഈ വാഗ്ദത്തം അബ്രഹാമിന്റെ മേളിൽ വീഴുന്നത്, പ്രോമിസ് വന്ന് വീഴുന്നത്. എന്താണ് പ്രോമിസ്? ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലുള്ള സകല ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, അബ്രഹാമിനെ ബ്ലസ് ചെയ്തു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെ, അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെ അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. And Abraham was very rich. The Bible says he was very rich. Not a rich person, was very rich in cattle, in silver and in gold. സ്തോത്രം. പുറമേയും അനുഗ്രഹിച്ചു, തന്റെ പട്ടണത്തിന്റെ പ്രഭുവാക്കി അവനെ മാറ്റി, ദേശത്തിൽ ദൈവം മാനിച്ചു. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രിയരെ. ഞാനതാ പറഞ്ഞത്, എന്റെ ജീവനും എന്റെ ഭക്തിക്കും വേണ്ടതെല്ലാം എന്റെ ദൈവം തരുന്നവനാണ്. ഈ അബ്രഹാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ കന്നുകാലി, വെള്ളി, പൊന്നി വകയിലെല്ലാം ബ്ലസ് ചെയ്തപ്പോഴും, ബഹുസമ്പന്നനായിരുന്നപ്പോഴും, തന്റെ ഫോക്കസ്, തന്റെ ആറ്റിറ്റ്യൂഡ്, തന്റെ മനോഭാവം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് പല മനുഷ്യർക്കും തെറ്റുകൾ സംഭവിക്കുന്നത്. ഈ സാമ്പത്തികമായ, ഭൗതികമായ, മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലസ്സിങ്ങുകളുടെ പുറകെ ആൾക്കാർ പോയിട്ട് ദൈവനിഷേധികളായി ദൈവത്തെ മറന്നു കളഞ്ഞ് ദൈവവചനത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പക്ഷെ അബ്രഹാമിനെ നിങ്ങൾ നോക്കുക. ദൈവം ഒരിക്കലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൽ അസൂയുള്ളവനോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് തടയുന്നവനോ അല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് നിങ്ങളെ ഇഷ്ടമില്ലാത്തവരാണ്, അസൂയുള്ളവരാണ്. ദൈവം ഒരിക്കലും അങ്ങനെയല്ല. Praise God. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ബഹുസമ്പന്നനായപ്പോഴും എവിടെ താൻ ചെന്നാലും താൻ കൂടാരം അടിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കും. താനൊരു കൂടാരം കെട്ടിയാൽ തനിക്കും സാറായിക്കും മാത്രമല്ല, ഇസഹാക്കിനും മാത്രമല്ല താൻ മുറിയുണ്ടാക്കുന്നത്, താൻ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു കൂടാരം മാറ്റിയടിക്കും. എവിടെ ചെന്നാലും താൻ യാഗപീഠം പണിയും. യാഗപീഠം പണിത് യഹോവയ്ക്ക് യാഗം കഴിക്കും. അപ്പം എത്രയും ഭൗതികമായി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ടും, അവൻ നന്മകൾ പ്രാപിച്ചിട്ടും, ദൈവത്തെ ആരാധിക്കുന്നതിലോ, ദൈവത്തെ അനുഗമിക്കുന്നതിലോ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിലോ അവൻ ഒരിക്കലും കുറവുകൾ വരുത്തിയില്ല.
അവന്റെ ഫോക്കസ് വെള്ളിയിലോ പൊന്നിലോ പണത്തിലോ കന്നുകാലികളിലോ ഇതിലൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇതെല്ലാം അബ്രഹാമിന്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. അതാണ് 23-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവ നിങ്ങളുടെ ഇടയനാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പാസ്റ്റർ ക്രിസ് ഒയാക്കിലോമി എന്നൊരു ദൈവദാസൻ ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിനക്ക് മുട്ടുണ്ടെങ്കിൽ യഹോവ ഇപ്പോഴും നിന്റെ ഇടയനായി കൂടെ ഉണ്ടോ എന്ന് നീ ഡബിൾ ചെക്ക് ചെയ്യണം. എന്നെ കേൾക്കുന്നവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത ചരിത്രത്തെ എടുത്തുകൊണ്ട് അത് മാത്രം വെച്ചുകൊണ്ട് ദൈവത്തെ കംപ്ലീറ്റ്ലി നിങ്ങൾ മാർക്കിടരുത്. ഓരോരുത്തരെയും ഡിഫറെന്റ് ലെവലിലാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചതുപോലെ അല്ല മോശയെ വിളിച്ചത്. മോശയെ വിളിച്ചതുപോലെ അല്ല ജോഷുവയെ വിളിച്ചത്. ജോഷുവയെ നിർത്തിയതുപോലെ അല്ല ഏലിയാവിനെ നിർത്തിയത്. ഏലിയാവിനെ പോലെ ആയിരുന്നില്ല എലീശ. യെശയ്യാവ് എന്ന പ്രവാചകനെ പോലെ ആയിരുന്നില്ല മീഖ എന്ന പ്രവാചകൻ. മീഖ എന്ന പ്രവാചകനെ പോലെ ആയിരുന്നില്ല സക്കരായ എന്ന പ്രവാചകൻ. ഡിഫറെന്റ് കോളിംഗ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മിനിസ്ട്രീസ് ഉണ്ട്. ഒരാളെ അങ്ങോട്ട് വിരൽ ചൂണ്ടി ബാക്കി എല്ലാവരെയും അതുപോലെ ആക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കാൻ ഞാൻ തയ്യാറാകണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പൗലോസ് അപ്പോസ്തലൻ താൻ കുടുംബജീവിതത്തെ വെറുത്തു. താൻ കുടുംബജീവിതം ഇഷ്ടപ്പെട്ടില്ല. താൻ വിവാഹിതനല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. തനിക്ക് മക്കളില്ലായിരുന്നു. തനിക്ക് ബയോളജിക്കൽ പുത്രന്മാരോ പുത്രിമാരോ ഇല്ലായിരുന്നു. സ്പിരിച്വൽ സൺസേ ഉള്ളായിരുന്നു. പൗലോസിന്റെ കഥ പറയുന്നവര് അതുകൂടെ ചെയ്യാവോ? സ്തോത്രം, ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ കോളിംഗ്. പൗലോസിനെ പോലെ ആകാൻ പറ്റിയില്ല പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നു. പത്രോസ് മാരീഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അമ്മായിയമ്മ ഉണ്ടായോണ്ടാണല്ലോ അമ്മായിയമ്മയെ സൗഖ്യമാക്കി കർത്താവ്. എല്ലോന്റെ അമ്മായിയമ്മയാണോ? അല്ല, പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയെന്ന്. അപ്പൊ പത്രോസിന്റെ കോളിംഗ് ആയിരുന്നില്ല പൗലോസിന്റെ കോളിംഗ്. ഡിഫറെന്റ് ആയിട്ട് ഓരോരുത്തരെ ദൈവം വിളിച്ചിട്ടുണ്ട്, ഓരോ നിലകളിൽ നിർത്തിയിട്ടുണ്ട്. ഒരാളെ അങ്ങോട്ട് കാണിച്ചിട്ട് നമ്മൾ അതുപോലെ ആകുക അല്ല. കർത്താവെ, എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം എനിക്ക് മുന്നോട്ട് പോകണം. എനിക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ എനിക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മുമ്പിൽ നീ വെച്ചിരിക്കുന്ന ശുശ്രൂഷകളെ എനിക്ക് ചെയ്യണം. അബ്രഹാമിയ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഈ പുസ്തകം പറയുന്നുണ്ടെങ്കിൽ, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്ന വാഗ്ദത്ത പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ, ഐ നീഡ് ദാറ്റ് എബ്രഹാമിക് ബ്ലെസ്സിംഗ്. എനിക്കത് വേണം, എനിക്കതിൽ ജീവിക്കണം. ഹല്ലേലൂയ. ലോർഡ്, ഐ റിസീവ് ദാറ്റ് ലോർഡ്. എന്തായിരുന്നു അബ്രഹാമിന്റെ പ്രത്യേകത? അത് മറന്നു പോകരുത്. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിന്റെ പുറകെ പോകാനല്ല. അബ്രഹാം ഒരിക്കലും അതിന്റെ പുറകെ പോയില്ല. അബ്രഹാം ദൈവത്തിന്റെ പുറകെയായിരുന്നു. അബ്രഹാം ആരാധനയുടെ പുറകെയായിരുന്നു. അബ്രഹാം ദൈവത്തിന് യാഗപീഠം കെട്ടുന്നതിന്റെ തിരക്കിലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ മറ്റെല്ലാ നന്മകളും അബ്രഹാമിലേക്ക് വന്നു. അത് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷേ ഇവിടെ ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം ബ്ലസ് ചെയ്തു, വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഉൽപ്പത്തി 13 വരുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ, ആ ബ്ലസ്സിങ്ങുകൾ റിയൽ ആയത് നമ്മൾ കാണുന്നു. സ്വർഗം അത് കൊടുത്തതായി നാം കാണുന്നു. ഉൽപ്പത്തി 14 വരുമ്പോഴാണ് ആ വാഗ്ദത്തങ്ങൾ നിലനിൽക്കാൻ, ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, ഈ ശാശ്വതമായിരിക്കണം എല്ലാം. ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവാനുഗ്രഹങ്ങൾ ശാശ്വതമായിരിക്കും. മാനുഷികമായത് ശാശ്വതമായിരിക്കത്തില്ല. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവികമെങ്കിലോ നിലനിൽക്കും, മാനുഷികമെങ്കിലോ നശിച്ചു പോകും. അപ്പോസ്തല പ്രവൃത്തിയിലാണ് എഴുതിയിരിക്കുന്നത്, ഇത് ദൈവികമെങ്കിലോ നിലനിൽക്കും, മാനുഷികമെങ്കിലോ നശിച്ചു പോകും. അപ്പോ നിലനിൽക്കുന്ന നിലവാരമുള്ള ഒരു കുടുംബജീവിതം, അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അത് ദൈവികമായിരിക്കണം. അതിനകത്തൊരു സംഭവമാണ് ഈ ലോത്ത് എന്ന് പറയുന്ന അബ്രഹാമിന്റെ സഹോദരിപുത്രൻ നീരോട്ടമുള്ള സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുത്ത്, ഏറ്റവും നല്ല പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുത്ത്
അബ്രഹാമിന്റെ അരികിൽ ഫൈനലി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രമാണവുമായി കടന്നു വന്നിട്ട് അബ്രഹാമിന് കുറെ മൊട്ടക്കുന്നുകളും കുറെ കുന്നിൻ ചെരുവുകളും ഒക്കെ കൊടുത്തിട്ട് ലോത്ത് പിരിയാൻ തുടങ്ങുമ്പോൾ അബ്രഹാം വളരെ ക്വയറ്റായിട്ട് ലോത്തിനെ നോക്കി പറഞ്ഞു, ഐ നോ നീഡ് എനിത്തിങ് ഫ്രം യു. എനിക്ക് നിന്റെ പക്കൽ നിന്ന് ഒന്നും വേണ്ട, മൊത്തം നീ എടുത്തു. എനിക്ക് ഒരു പ്രോപ്പർട്ടിയും വേണ്ട, നീരോട്ടമുള്ളതും വേണ്ട, അല്ലാത്തതും വേണ്ട, എനിക്കൊന്നും വേണ്ട. പക്ഷെ അടുത്ത വാക്യത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ആ ഒരു സംഭവം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിയുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായിട്ട്, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുക, കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ശാശ്വതമായി തരും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ശാശ്വതമായി തരും. ദൈവം എന്താ അബ്രഹാമിനോട് പറഞ്ഞത്? ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അത് ശാശ്വതമായി തരും. പെങ്ങളുടെ മകൻ തന്നാൽ ശാശ്വതമായിരിക്കത്തില്ല, ലോത്ത് തന്നാൽ ശാശ്വതമായിരിക്കത്തില്ല, സഹോദരങ്ങൾ തന്നാൽ ശാശ്വതമാകണമെന്നില്ല, നാട്ടുകാർ തന്നാൽ ശാശ്വതമാകണമെന്നില്ല. ആമീൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. തെറ്റായ വഴിയിലൂടെ നടത്തിയ സമ്പാദ്യങ്ങൾ ശാശ്വതമാകണമെന്നില്ല. പക്ഷേ ദൈവം തന്നാൽ, സ്വർഗം തന്നാൽ അത് ശാശ്വതമായിരിക്കും പ്രിയരെ. കർത്താവ് തന്ന കുഞ്ഞുങ്ങൾ ശാശ്വതമായിരിക്കും മക്കളെ. കർത്താവ് തന്ന സഭ ശാശ്വതമായിരിക്കും. ദൈവം തന്ന ശുശ്രൂഷകൾ ശാശ്വതമായിരിക്കും. ദൈവം തരുന്നതിനകത്തെല്ലാം ഒരു ശാശ്വതമായ അനുഭവങ്ങൾ ഉണ്ടാകും. താങ്ക് യു ലോർഡ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മകൾ നിലനിൽക്കുവാൻ, അത് ശാശ്വതമായിരിക്കാൻ, അത് നിത്യമായിരിക്കാൻ ഉൽപ്പത്തി 14:18, 19, 20 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന്, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നീ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 13 ആ അനുഗ്രഹത്തിന്റെ റിസൾട്ട് വെളിപ്പെട്ടു. ഉൽപ്പത്തി 14 ആ ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവങ്ങളായി നിലകൊള്ളുവാൻ അബ്രഹാം തനിക്ക് ലഭിച്ച സകല നന്മയുടെയും ദശാംശം കൊടുത്തു. ഗിവിംഗ്. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളും അതിന്റെ 10-ാമത്തെ വാക്യം പ്രത്യേകിച്ച് ഒന്ന് വായിച്ചേ. എബ്രായർ 7-ന്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് തനിക്ക് ലഭിച്ച സകലത്തിലും 10-1 കൊടുത്തു. ദശാംശം കൊടുത്തു. ലഭിച്ച നന്മയുടെ 10-1 കൊടുത്തു. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ സന്തതികൾ എന്നറിവീൻ. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നത്? അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി തന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴിലല്ലോ ജന ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ. അധ്യായം വായിച്ചു നോക്കിയാൽ ലേവിമാർക്ക് ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന്. ദശാംശം വാങ്ങുന്ന ലേവി ആരാണ്? ആലയത്തിലെ ശുശ്രൂഷകനാണ്. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു. കണ്ടോ? സ്തോത്രം. വിശുദ്ധ ബൈബിളിനകത്ത് അബ്രഹാമി അനുഗ്രഹത്തിന്റെ കീഴിൽ നാം വരണമെങ്കിൽ, അബ്രഹാമിയ സന്തതിയിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ അബ്രഹാമിയ സ്വഭാവം നമുക്കുണ്ടാകണം. ആ അബ്രഹാമിയ സ്വഭാവമാണ് ഈ വായിച്ച വാക്യം. ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവം തരുന്ന എല്ലാ നന്മയുടെയും 10-1, പഴയ നിയമപ്രകാരം 10-1. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദശാംശം എന്ന വ്യവസ്ഥയല്ല ഞാൻ കൂടുതൽ കാണുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അത് പരാമർശിക്കപ്പെടുന്നുണ്ട്, അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രത്തിൽ. പക്ഷേ ഓഹരി നിങ്ങൾ കൊടുക്കണം,
അത് ദശാംശത്തിൽ കൂടുതലാണ്. നമുക്ക് ദൈവം തരുന്ന എല്ലാറ്റിൻ്റെയും ടൈറ്റ് കൊടുക്കണം. നമുക്ക് ദൈവം 24 മണിക്കൂർ തരുമ്പോ അതിനകത്ത് 2.5 മണിക്കൂറോളം ദൈവത്തിന് കൊടുക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ അതിൽ 1-നെയോ 2-നെയോ കർത്താവ് തരുന്നതനുസരിച്ച് നിങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കണം. ദൈവം നിങ്ങൾക്ക് എന്ത് തന്നാലും എന്ത് നൽകിയാലും അത് കർത്താവിന് നിങ്ങൾ നൽകുവാൻ, യഹോവയ്ക്കുള്ളത് മാറ്റിവെക്കുവാൻ, അവന്റെ നാമത്തിനുള്ളത് മാറ്റിവെക്കുവാൻ, അവന്റെ ആലയത്തിനുള്ളത് മാറ്റിവെക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതൊരു അബ്രഹാമിയ സ്വഭാവമാണ്, അതൊരു അനുഗ്രഹമാണ്, അത് നിങ്ങളുടെ ജീവിതത്തിന് നന്മയായി തീരുന്ന ഒന്നാണ്. ഇത് അബ്രഹാം മാത്രമല്ല ചെയ്തത്. അബ്രഹാമിന്റെ സന്തതികളിലേക്ക് വരുമ്പോൾ ഇസഹാക്ക് അത് ചെയ്തു. ഇസഹാക്കും ദശാംശം കൊടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി 26:12-13 ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. നമുക്ക് ഡൈജസ്റ്റ് ആകുന്നുണ്ടോ ഈ വചനം? എബ്രഹാം വാസ് വെരി റിച്ച്. അബ്രഹാമിന്റെ സന്തതിയെ നോക്കിയേ, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഉടനെ നമ്മൾ പറയുന്നുണ്ട്, ദൈവം അവർ സ്വർഗത്തിൽ കാണത്തില്ല, അവർ സ്വർഗത്തിലെങ്ങും പോകുകയില്ല. ഇല്ല, ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ് എന്ന്. ഹല്ലേലൂയ. ധനവാൻ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ പോകുന്നത് എന്ന ആ വാക്യം മാത്രം കേട്ടിട്ട് നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കരുത് പ്രിയരെ. അങ്ങനെയാണെങ്കിൽ മഹാധനവാനായിരുന്ന അബ്രഹാം ഒരിക്കലും സ്വർഗത്തിൽ കാണുകയില്ല. സ്വർഗത്തെ വിളിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ മടി എന്നാണ്. ഹല്ലേലൂയ. മനോഭാവങ്ങളാണ് മാറേണ്ടത്. മനോഭാവങ്ങൾ, അസൂയകൾ, മുരടിച്ച വികലമായ മനസ്സുകൾ, മറ്റൊരുത്തന്റെ നന്മയിലുള്ള കുശുമ്പ്, അസൂയ, അവന്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുമ്പോഴുള്ള അസ്വസ്ഥത, ഇത് മാറിയാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്തായിരുന്നു ഇസഹാക്കിന് സംഭവിച്ചത്? അവൻ വിതച്ചു. വിതച്ചവൻ വർദ്ധിച്ചു. വിതയ്ക്കുന്നവർ വർദ്ധിക്കും. വിതയ്ക്കുന്നവന് 100 മേനി കൊയ്ത്തുണ്ടാകും എന്ന് ദൈവവചനം പറയുന്നു. വിതച്ചാൽ മാത്രമേ കൊയ്യാൻ പറ്റത്തുള്ളൂ. മത്തായി 6:26 യേശു പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്തുകൊണ്ട് കൊയ്യുന്നില്ല? വിതയ്ക്കുന്നില്ല. എന്തുകൊണ്ട് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല? വിതയ്ക്കുന്നില്ല. അപ്പൊ വിതയ്ക്കുന്നവൻ എന്തുണ്ടാകും? കൊയ്ത്തുണ്ടാകും, കളപ്പുര ഉണ്ടാകും. കളപ്പുര എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പോസിറ്റ്, എക്സ്ട്രാ വരുന്നത്. വിതയ്ക്കുന്നവന്റെ കയ്യിൽ അത് കാണും. വിതയ്ക്കാത്തവന് കളപ്പുര പോലും, വിതയ്ക്കുന്നവനെ കളപ്പുരയുള്ളൂ. ബൈബിൾ കർത്താവ് പറയുന്നുണ്ട്, വിതയ്ക്കുന്നവനെ കൊയ്ത്തുള്ളൂ, വിതയ്ക്കുന്നവനെ കളപ്പുരയുള്ളൂ. അടുത്ത വാക്യം അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു, അവയേക്കാൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഈ പറവജാലങ്ങൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ അവയെയും സ്വർഗസ്ഥനായ പിതാവ് പുലർത്തുന്നു. നിങ്ങൾ അവയെക്കാളും വിശേഷതയുള്ളവരാണ്. പക്ഷെ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മറ്റൊരു മർമ്മം, വിതയ്ക്കുന്നില്ല, നല്ലപോലെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അപ്പൊ വിതയ്ക്കുന്നവനെ കൊയ്ത്തുള്ളൂ, അവനെ കളപ്പുരയുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ സ്വർഗസ്ഥനായ പിതാവിന് നമ്മെ പുലർത്തുവാൻ കഴിയും. ചേർന്നൊരാമീൻ പറഞ്ഞേ, നല്ലൊരാമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ യാക്കോബിന്റെ ചരിത്രം വളരെ ശ്രദ്ധേയമാണ്. അപ്പനായ അബ്രഹാം തനിക്ക് ലഭിച്ചതിനൊക്കെയും നന്മ ടൈറ്റ് ചെയ്യുന്നവനായിരുന്നു. ഇസഹാക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ യാക്കോബിന്റെ കാലത്ത് വന്നപ്പോൾ യാക്കോബ് ആ കാര്യത്തിനകത്ത് ശ്രദ്ധ കൊടുക്കാതെ പോയി. അതുകൊണ്ട് തനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ തീരുമാനം പിന്നീട് മാറ്റി. താൻ ഒരു തീരുമാനമെടുത്തു. ഉൽപ്പത്തി 28:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. വായിച്ചോ. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്റെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും.
നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തോട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുന്നു. വീടും നാട് ഊരും എല്ലാം വിട്ട് ഒറ്റയ്ക്ക് ഏകനായി സൂര്യൻ അസ്തമിക്കാറായ സമയത്ത്, രാത്രിയായ സമയത്ത്, സന്ധ്യ അടുത്ത സമയത്ത് ഒരു കല്ല് തലയണയായി വെച്ച് താൻ ഉറക്കം തുടങ്ങി. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി താൻ കാണുകയാണ്, ഒരു സ്വപ്നം കാണുകയാണ്. ആ ഗോവേണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കണ്ടു. ദൈവത്തിന്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടായി. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ച് യാക്കോബ് ഒരു തീരുമാനമെടുക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, നീ എനിക്ക് തരുന്ന സകലത്തിലും നീ എന്നെ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, അഭിവൃദ്ധിയോടെ നടത്തുകയാണെങ്കിൽ, എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരികയാണെങ്കിൽ, നീ തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഈ ഒരൊറ്റ തീരുമാനം, യാക്കോബ് എടുത്ത ഈ ഒരു തീരുമാനം, ദൈവസന്നിധിയിൽ അവന്റെ അപ്പനെ പോലെ, അപ്പന്റെ അപ്പനെ പോലെ, വലിയപ്പനെ പോലെ, അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ താൻ എടുത്ത തീരുമാനം തന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. ഉൽപ്പത്തി 30 വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 41, 42, 43 വാക്യങ്ങളിൽ പറയുന്നു, ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തത് ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. നേരത്തെ സ്ഥിതി ഇതല്ലായിരുന്നു. യാക്കോബിന്റെ ആടുകൾ ഒന്നും ചനയേൽക്കില്ല, ഒരു വർധനവും ഉണ്ടാകില്ല, ഒരാടുകളിൽ നിന്ന് പാല് ലഭിക്കുന്നില്ല, കുട്ടികൾ ഉണ്ടാകുന്നില്ല, ഒരു നന്മയും ഉണ്ടാകുന്നില്ല, കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്, എല്ലാം ക്ഷയിച്ചു പോവുകയാണ്. പക്ഷേ ഈ ഒരു തീരുമാനം യാക്കോബ് ദൈവസന്നിധിയിൽ എടുത്തപ്പോൾ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. 42-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 43-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുമാടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം താൻ അവിടെ വെച്ചെടുത്ത ഒരു തീരുമാനമാണ്. ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ചരിത്രങ്ങളെ മാറ്റിമറിക്കും. ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ചില ഡിസിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. തകർന്ന തരിപ്പണമായ യാക്കോബ് അനുഗ്രഹീതനായി മാറി. അവന്റെ അപ്പനായ ഇസഹാക്കിനെ പോലെയും വല്യപ്പനായ അബ്രഹാമിനെ പോലെയും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അനുഗ്രഹിക്കപ്പെടണമോ, നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമോ, ഈ ഒരു നല്ല മനസ്സ് കൊടുക്കുക, സ്നേഹിക്കുക, കരുതുക, ഇങ്ങനെയൊക്കെയുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്, രാജാവാണ് ദാവീദ് എന്ന മനുഷ്യൻ. ദാവീദ് രാജാവ്. ദാവീദ് രാജാവിന്റെ സങ്കീർത്തനങ്ങൾ വായിക്കാത്തവരാരും എന്നെ കേൾക്കുന്നില്ല. ലോകത്തിലുള്ള വേദപുസ്തകം കൊണ്ടു നടക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാരും സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാത്തവർ പോലും സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടുണ്ട്. ദാവീദിന്റെ പ്രത്യേകത എന്നായിരുന്നു? ദാവീദിന്റെ ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വഭാവം, അവന്റെ മനസ്സിനെ ഞാൻ ഈ മീറ്റിംഗിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന വാക്കുകളാണത്. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു.
ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നിന്നിൽ നിന്ന് വരുന്നു, പിശാചിൽ നിന്ന് വരുന്നില്ല. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്ന നിന്റെ പ്രവൃത്തിയാകുന്നു. ഇത് അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. യഹോവേ, ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. ഒരുത്തനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ഒക്കെ നിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് ദാവീദ് പറയുന്നത് തന്നെ അനുഭവത്തിൽ നിന്നാണ്. എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, തന്റെ അപ്പനായ ഇശ്യായി പോലും തന്നെ റെക്കമെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, തന്നെ റെസ്പെക്ട് ചെയ്യാതിരിക്കുമ്പോൾ, ആടുകളെ മേയ്ക്കുവാൻ വനത്തിൽ ജീവിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ലാത്ത ഇടയ ചെറുക്കനെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയില്ലേ? ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവാവിന് ജയം കൊടുത്തില്ലേ? അവൻ പട്ടണത്തിന്റെ പ്രഭുവായി തീർന്നില്ലേ? അനുഭവത്തിൽ നിന്ന് ദാവീദ് പറഞ്ഞത്, ഒന്നുമല്ലാത്ത, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പോക്കറ്റി 10 പൈസയ്ക്ക് നിവർത്തിയില്ലാത്ത എന്റെ ജീവിതത്തിൽ ധനവും ബഹുമാനവും കർത്താവ് എനിക്ക് തന്നു, ശക്തിയും ബലവും ദൈവം എനിക്ക് തന്നു. എന്നെ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിച്ച് ശക്തീകരിച്ച് വലുതാക്കി. ഒരു രാജ്യത്തിലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഇനി അതിനപ്പുറത്ത് എന്നാ ആവാനുള്ളത്? അതിനപ്പുറത്ത് ഇനി എന്താവാനുള്ളത്? ആ അനുഭവത്തിൽ നിന്നാ പറഞ്ഞത്, ഇതെല്ലാം നിന്റെ പ്രവൃത്തിയാകുന്നു, നിന്റെ പ്രവൃത്തിയാകുന്നു. ഹല്ലേലൂയ. എന്നാൽ 14-ാമത്തെ വാക്യത്തിൽ എന്നാൽ ആ രാജാവ് പറയുന്നൊന്ന് കേട്ടേ. ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. കർത്താവേ, ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യാൻ പ്രാപ്തരാകാൻ ഞങ്ങൾ ആര്? കർത്താവെ, നിനക്ക് തരാൻ, നിന്റെ നാമത്തിന് തരാൻ, നിന്റെ വേലയ്ക്ക് തരാൻ ഞങ്ങൾ ആരാണ്? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ രാജാവിന്റെ ആ ഒരു മനസ്സുണ്ട്? കർത്താവെ, ഞാൻ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നീ എനിക്ക് തന്ന ആരോഗ്യ നിമിത്തം, നീ എനിക്ക് തന്ന ജീവിത നിമിത്തം, നീ എനിക്ക് തന്ന നന്മ നിമിത്തം ഞാൻ നിന്റെ പക്കൽ നിന്ന് വാങ്ങി നിന്റെ നാമത്തിന് വേണ്ടി നൽകിയെന്നേ ഉള്ളൂ. 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കേണ്ട വാക്കാണ്. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് അത്രേ, സകലവും നിനക്കുള്ളതാകുന്നു. 17-ാം വാക്യം. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ കൊടുത്തത്? ഹൃദയ പരമാർത്ഥതയോടെ, പ്രാഗിക്കൊണ്ടല്ല, മനസ്സില്ല മനസ്സോടെ അല്ല, തെറ്റിദ്ധരിച്ചോണ്ടല്ല, ഹൃദയപരമാർത്ഥതയോടെ കൊടുത്തു. ഹൃദയപരമാർത്ഥതയോടെ മനഃപൂർവമായി ചെയ്തു. ഹല്ലേലൂയ. അത് സന്തോഷത്തോടെ ചെയ്തു. അതാ പൗലോസ് പറഞ്ഞത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ഒന്നാമത് കൊടുക്കേണ്ടത് നിങ്ങളെയാണ്. എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്തേ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരെന്നും അറിയുന്നല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട്
ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല, നിങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. ഫസ്റ്റ് ഗിവ് യുവർസെൽഫ് ടു ഗോഡ് ഓൾമൈറ്റി. ഒന്നാമതായി നിങ്ങളെ തന്നെ നിങ്ങൾ ദൈവത്തിനായി കൊടുക്ക്. പറഞ്ഞാട്ടെ കർത്താവിനോട്, എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും എന്റെ ജീവിതത്തെയും ഞാൻ കർത്താവിനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല നന്മകളും എന്റെ ദൈവം എനിക്ക് നൽകിയെങ്കിൽ ഞാൻ ആ കർത്താവിൽ നിന്ന് വാങ്ങി എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. അതാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളെയോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. മക്കദോനിയ സഭയിലുള്ളവർ കഷ്ടതയിലായിരുന്നു, ശോധനയിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു, പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും ആ കഷ്ടതയുടെ നടുവിലും അവർ ഔദാര്യം കാണിച്ചവരാണ്. 4-ാമത്തെ വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധമായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. ഫ്രീ വിൽ ഓഫറിംഗ്, ഫ്രീ വിൽ കോൺട്രിബ്യൂഷൻസ്, സ്വമേധദാനങ്ങൾ, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർ കൊടുത്തു. 5-ാമത്തെ വാക്യം, അതും ഞങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, അവർ മുമ്പ് തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനു ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിനും കർത്താവിന്റെ ദാസന്മാർക്കും ഏൽപ്പിച്ചു കൊടുത്തു അവരെ തന്നെ. ദൈവത്തിനും ദൈവസഭയ്ക്കും വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതായി തീർന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഗൗരവമാവുന്നത്. But they first gave their own selves to the Lord and then to us by the will of God. ദൈവഹിത പ്രകാരം അവരെ തന്നെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഇതൊരു സ്നേഹം തെളിയിക്കലാണ്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ കൊടുത്തത് സ്നേഹം, ദൈവസ്നേഹത്തെ പ്രൂവ് ചെയ്താണ്. ഈ ഗിവിങ്ങിനകത്ത് സ്നേഹത്തെ പ്രൂവ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അബ്രഹാമിന് ദൈവത്തോടാണ് സ്നേഹം എന്നുള്ളത് താൻ തെളിയിച്ചത് തന്റെ മകനെ കൊടുത്താണ്. പിതാവായ ദൈവത്തിന് നമ്മളോടാണ് സ്നേഹം എന്നുള്ളതിന്റെ തെളിവ് തന്റെ പുത്രനെ തന്നാണ്, നൽകിയാണ്. കൊടുക്ക, ഗിവിങ്. ഈ സ്നേഹം തെളിയിക്കപ്പെടേണ്ടത് വാചകം അടിക്കാത്തല്ല, തള്ളി മറിച്ചിടുന്നതിനകത്തല്ല സ്നേഹം തെളിയിക്കുന്നത്. സാക്രിഫിഷ്യൽ ലവ് ഉണ്ടാകണം. സ്തോത്രം, സ്തോത്രം. സ്നേഹം തെളിയിക്കപ്പെടണം, സ്നേഹം തെളിയിക്കപ്പെടണം, സ്നേഹം തെളിയിക്കപ്പെടണം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. എന്നാൽ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അബ്രഹാമിയ സന്തതികളെ നിങ്ങൾക്ക് അബ്രഹാമിയ സ്വഭാവം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നിങ്ങളിൽ സകലതും പെരുക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ, പെരുകി വരുവാൻ തക്കവണ്ണം നിങ്ങളെ മാനിക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആമേൻ. ഈ മക്കദോനിയ സഭയിലുള്ളവർ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെ. അവർ കഷ്ടതയിലും ശോധനയിലും ആയിരുന്നിട്ടും അവർ ഔദാര്യം കാണിച്ചവരാണ്. ഇതല്ലേ സെരഫത്തിലെ വിധവയുടെ വിടുതൽ. അവിടെ കയ്യിൽ ഒരു പിടി മാവും അല്പം എണ്ണയും 2 വിറകേ ഉള്ളൂ. ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ് അന്ന് വൈകിട്ട്. സത്യം പറഞ്ഞാൽ നാളത്തെ ദിവസം അവൾക്ക് ജീവിക്കാൻ ഒന്നുമില്ല. പക്ഷെ അവളുടെ പക്കലുള്ളത് അവൾ പ്രവാചകനായ ഏലിയാവ് ചോദിക്കുമ്പോൾ കൊണ്ട് കൊടുക്കുകയാണ്. ആ ഗിവിങ്ങിന്റെ മുൻപിലാണ് അവളുടെ ലിമിറ്റേഷൻ ബ്രേക്ക് ആയത്. ആ ഗിവിങ്ങിന്റെ മുൻപിലാണ്
അവളുടെ ആ ലിമിറ്റേഷൻ ദൈവം ബ്രേക്ക് ചെയ്തു. സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തെ സമർത്ഥമായി അനുഗ്രഹിക്കാനിടയായി. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം എടുത്ത് 44 അധ്യായത്തിന്റെ 30 വാക്യം നോക്കി. 44:30 സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന സകല വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീട്ടിൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തിരുമാവിന്റെ ആദ്യ ഭാഗം പുരോഹിതന് കൊടുക്കണം. നിന്റെ വീട്ടിൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. എത്ര പേരിന്ന് ഈ ഓൺലൈൻ സർവീസ് കാണുന്നവർ ഈ വചനം കാണുന്നു? എന്റെ വീട്ടിൽ അനുഗ്രഹം വരേണ്ടതിന്, എന്റെ വീട്ടിൽ അനുഗ്രഹം വരുത്തേണ്ടതിന്, എന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മയുടെ ഒരു ഭാഗം തന്റെ നാമത്തിനായി, തന്റെ രാജ്യത്തിനായി ഞാൻ മാറ്റിവെക്കണം. ഹല്ലേലൂയ. മലാക്കി 3:10-11 എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീന്ന് ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ ഈ കാര്യത്തിൽ പരീക്ഷിക്കണം. ഒരൊറ്റ കാര്യത്തിൽ മാത്രം എന്നെ പരീക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നു. നിങ്ങൾക്ക് ദൈവം തരുന്ന, ഞാൻ തരുന്ന നന്മയുടെ ടൈത്ത്, ദശാംശം നിങ്ങൾ മാറ്റിവെച്ച ആലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു നോക്ക്. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും. 11-ാമത്തെ വാക്യം, ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും, അത് നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ലെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. Hallelujah. Blessed be the name of the Lord. Thank you Lord Jesus. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓരോന്നായി ഇതിൽ നിന്ന് പറയാൻ തുടങ്ങിയാൽ, അബ്രഹാമിയ സ്വഭാവത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗിവിംഗ്. ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിൽ നിന്നും മറ്റുള്ളവർക്ക് അവരൊരു നന്മയാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. സൂര്യനെ ദൈവം സൃഷ്ടിച്ചത് സൂര്യൻ വെളിച്ചം കൊടുക്കണം, ചൂട് കൊടുക്കണം. വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് ഫലം കൊടുക്കണം. ചന്ദ്രനെ സൃഷ്ടിച്ചത് നിലാവെളിച്ചം കൊടുക്കണം. എല്ലാം ദൈവം സൃഷ്ടിച്ചത് മറ്റുള്ളവർക്ക് പ്രയോജനമാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെങ്കിൽ ദൈവം നിങ്ങളെയും സൃഷ്ടിച്ചത്, നിങ്ങളെയും ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്വാർത്ഥരായി ജീവിക്കുവാനല്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ അബ്രഹാമി അനുഗ്രഹത്താൽ അവിടുന്ന് എന്നെ നിറയ്ക്കണമേ. അബ്രഹാമി അനുഗ്രഹം എന്റെ മേൽ വരുവാനിടയാകണമേ. അബ്രഹാമിനോട് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കുമെന്ന്. ആ അബ്രഹാമി അനുഗ്രഹത്താൽ എന്റെ തലമുറയെ അനുഗ്രഹിക്കണമേ. ഇസഹാക്ക് ദേശത്ത് വിതച്ച് ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടിയതുപോലെ എന്റെ കൃഷിഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എന്റെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എന്റെ അധ്വാന ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ, എന്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ അനുഗ്രഹിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതെ, നിങ്ങൾ ശ്രേയസ്സുള്ളവരായി ഈ ജൂൺ മാസത്തിൽ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. യാക്കോബിനെ പോലെ ചില തീരുമാനങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ എടുക്കണം. ദൈവസന്നിധിയിൽ എന്ത് വില കൊടുത്തും ആ തീരുമാനങ്ങൾ എടുത്തത് പ്രായോഗികമാക്കണം. ദൈവവചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വർധനവുണ്ടാകും. പരീക്ഷ എഴുതാതെ പാസ്സാകത്തില്ല, പേനില്ലാതെ ഗെയിൻ ഉണ്ടാകത്തില്ല, ത്യാഗമില്ലാതെ യാഗം നടക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ത്യാഗ മനോഭാവത്തോടെ സാക്രിഫിഷ്യലായി നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. സരപത്തിലെ വിധവ സാക്രിഫിഷ്യൽ ഒരു ഓഫറിംഗ് പ്രവാചകന് കൊടുത്തപ്പോഴാണ് അവളുടെ ലൈഫിൽ അബണ്ടൻസ് ഉണ്ടായത്. അബ്രഹാം ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ് കൊടുത്തത് ഇസഹാക്കിനെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി മാറിയത്. മക്കദോനിയ സഭക്കാർ അപ്പോസ്തലന്മാർക്ക് കൊടുത്തത് ഒരു സാക്രിഫിഷ്യൽ ഓഫറിംഗ് ആണ്. അവരുടെ കഷ്ടതയുടെ കഠിന ശോധനയുടെ നടുവിലും അവർ അത് ചെയ്യുവാനിടയായി തീർന്നു. ഏൽപ്പിച്ചു കൊടുത്തേ. ഞാൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് കൊടുത്തേ, നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തേ, നിങ്ങളുടെ സമ്പത്ത് കർത്താവിന് കൊടുത്തേ. അവന്റെ പക്കൽ എന്ത് ഏൽപ്പിച്ചാലും അത് സുരക്ഷിതമായിരിക്കും, അത് നന്മയായിരിക്കും,
അത് നിലനിൽക്കുന്നതായിരിക്കും, അത് നിലവാരമുള്ളതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അബ്രഹാമിനെ പോലെ ദൈവമുഖം അന്വേഷിക്കുക. കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്. അബ്രഹാം ഒരിക്കലും ഭൗതിക നന്മയിലേക്ക് നോക്കിയില്ല. യഹോവ എന്റെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമ്പോഴും ഞാൻ ആലയത്തിൽ കാണും, ഞാൻ യഹോവയുടെ ആലയത്തിൽ കാണും. പലരുടെയും ജീവിതത്തിൽ നന്മയുണ്ടായപ്പോൾ, അനുഗ്രഹമുണ്ടായപ്പോൾ പിന്നെ അവർ ആലയത്തിൽ ഉണ്ടായില്ല, അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല, അവരുടെ ഭൗതിക നന്മയിൽ അവർ അഹങ്കരിച്ച് മതിമറന്നു പോയി. പക്ഷേ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമ്പോഴും ഞാൻ യഹോവയുടെ ആലയത്തിൽ അവനെ ആരാധിക്കാൻ ദീർഘകാലം ഉണ്ടാകും. താങ്ക് യു ലോർഡ് ജീസസ്. യഹോവ എന്റെ ഇടയനാണെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് പച്ചയായ പുൽപ്പുറം എനിക്കുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളം എനിക്കുണ്ട്, പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. ആമേൻ. എന്റെ തലയിൽ അഭിഷേകമുണ്ട്, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എല്ലാവിധ നന്മകളാലും എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം എന്നോടൊപ്പമുണ്ട്. ഓ ജീസസ്, ജീസസ്. എല്ലാ ശാപങ്ങളും യേശു കർത്താവ് നിങ്ങൾ എടുത്തു മാറ്റട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും കർത്താവ് നിങ്ങൾ അഴിച്ചു മാറ്റട്ടെ. എല്ലാ ഞെരുക്കങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ. സാത്താൻ അന്വേഷിച്ച് നടക്കുന്നത് നിറവുകളല്ല, ശൂന്യപ്രദേശങ്ങളാണ്. സാത്താൻ അന്വേഷിച്ച് നടക്കുന്നത് ശൂന്യപ്രദേശങ്ങളാണ്. ശൂന്യത, എംപ്റ്റിനെസ് എവിടെയുണ്ടോ പിശാചിന് അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. നിങ്ങളുടെ സാമ്പത്തികത്തെ അവൻ ശൂന്യമാക്കിയെങ്കിൽ അവൻ ഇറങ്ങിപ്പോകത്തക്ക നിലയിൽ അവിടെ ഒരു നിറവുണ്ടാകട്ടെ. നിങ്ങളുടെ ആരോഗ്യത്തെ അവൻ ശൂന്യമാക്കിയെങ്കിൽ, ആമേൻ, യേശു കർത്താവ് പറഞ്ഞു, അറക്കാനും മുടിക്കാനും സാത്താൻ വന്നെങ്കിൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ്. അതൈരികമായ സമൃദ്ധി, അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തതെല്ലാം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും യാഗങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ വ്യർത്ഥമായി പോകാതെ എന്റെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഒരപ്പൻ കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത് കുഞ്ഞുങ്ങൾ സുഖത്തോടെ ജീവിക്കാൻ എന്നതുപോലെ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി അനുഭവിച്ച യാഗങ്ങളും ത്യാഗങ്ങളും എല്ലാം എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, എന്റെ വിടുതലിന് വേണ്ടിയാണ്, എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. വായ്കൾ തുറന്ന് പ്രഖ്യാപിച്ചേ, വായ്കൾ തുറന്ന് പ്രഖ്യാപിച്ചേ. യേശുവിന്റെ നാമത്തിൽ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും ഉന്നതമാക്കും. എല്ലാ വാഗ്ദത്തങ്ങളും ഒന്ന് ഏറ്റെടുത്തേ, വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തേ. കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. Thank you Lord, thank you Lord, thank you Lord, thank you Lord. Urabalaba shaman harkana basyalkana lemarakum sharadana. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചേ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. ആ ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവരൊന്ന് കൈകൾ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് ആ ഉറപ്പുള്ളവർ ശക്തിയോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. ഈ ഞായറാഴ്ച പകലിൽ അബ്രഹാമി അനുഗ്രഹത്തിന്റെ കീഴിൽ നിൽക്കുന്നവർ ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതും അവൻ നല്ലയോ ഹരി, നിനക്കാ കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടരും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു,
കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ പാർക്കും. എല്ലാ വാഗ്ദത്തങ്ങളും വിശ്വാസികൾ അത്രേ. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടത്. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കാ കരുതും കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ തല്ലയോ ഹരി. നിനക്കാ കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ തല്ലയോ ഹരി. നിനക്കാ കരുതും അവൻ തല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഒരു കാര്യം ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഉറപ്പിക്കണം. ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ ഇവളുടെ ബന്ധനം അഴിക്കേണ്ടതല്ലയോ? ഇവനും അബ്രഹാമിയ സന്തതിയാകയാൽ ഇവന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. യേശു എന്റെ ആത്മാവിനും എന്റെ ശരീരത്തിനും ഒരുപോലെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം. എന്റെ ജീവനും എന്റെ ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുന്ന ദൈവം. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ദൈവമുഖത്തേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. എനിക്കറിയാം ഒത്തിരി പേര് ഒരു പുതിയ വഴി തുറക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പുതിയ ജോലിക്ക് വേണ്ടി, ഒരു പ്രൊമോഷന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ അബ്രഹാം ഒന്നാമത് ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിന് പ്രയോറിറ്റി കൊടുത്തതുപോലെ നമ്മുടെ ജോലിയുടെ, രോഗത്തിന്റെ ഒക്കെ വിഷയം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവേ എന്നെ തന്നെ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. യൂട്യൂബിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ തന്നെ ഞാൻ യേശുവിന് തരുന്നു. എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുടുംബത്തെ, എനിക്കുള്ളതിനെ എല്ലാം എന്റെ ദൈവത്തിനും തന്റെ നാമത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞ് പൂർണ്ണമായി ഞാൻ നൽകുന്ന കർത്താവെ, സമ്പൂർണമായി ഏൽപ്പിക്കുന്ന കർത്താവെ, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതെല്ലാം നിനക്ക് തരിക കർത്താവെ. എന്റെ വിദ്യാഭ്യാസം, എന്റെ കഴിവുകൾ, എനിക്ക് നീ എന്തൊക്കെ തന്നിരിക്കുന്നു അതെല്ലാം ഞാൻ നിന്റെ പാദപീഠത്തിൽ
വെച്ച് സമർപ്പിക്കുന്ന കർത്താവേ. രണ്ടാമതായി പറഞ്ഞ കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്ന സമ്പത്തിന്റെ, ധനത്തിന്റെ ദശാംശം ഞാൻ നിനക്ക് തരും കർത്താവേ. 10-1 അതിൽ കൂടുതലും ഞാൻ മാറ്റിവെച്ച് നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ നൽകും കർത്താവെ. സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്ക് ശക്തി തരുന്നത് അങ്ങാകയാൽ അത് അങ്ങയ്ക്ക് സമർപ്പിക്കും കർത്താവെ. തീരുമാനമെടുത്ത്, യാക്കോബിനെ പോലെ തീരുമാനമെടുത്ത്. മൂന്നാമതായി ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നവർ അറിയേണ്ട ഒരു സത്യം, യേശു കർത്താവ് ജനത്തിന്റെ പേഴ്സണൽ നീഡുകളെ മീറ്റ് ചെയ്ത കർത്താവാണ്. അവർക്കെന്തായിരുന്നു പേഴ്സണൽ വിഷയങ്ങൾ, അതിനെ കർത്താവ് പരിഹരിച്ചവനാണെങ്കിൽ, നിങ്ങൾ രോഗിയാണോ, യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെച്ച്, അവേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെച്ച്, അസ്വസ്ഥതയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെച്ച് വായുകൾ തുറന്ന് പറഞ്ഞേ, അബ്രഹാമേ സന്തതിയായ ഞാൻ രോഗത്തിന്റെ കീഴിലായിരിക്കാനുള്ളതല്ല, നുഖത്തിന്റെ കീഴിലായിരിക്കാനുള്ളതല്ല, ബന്ധനത്തിന് കീഴിലായിരിക്കാനുള്ളതല്ല, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിൽക്കേണ്ട വ്യക്തിയാണ്. കർത്താവെ എനിക്ക് സൗഖ്യം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. എനിക്ക് ബലം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ അഭിവൃദ്ധി എന്നിൽ വരേണ്ടതിന് കർത്താവെ ഞാൻ ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ചില ആക്ഷനുകൾ എടുക്കാൻ പോകുകയാണ്. ആ സാരാപത്തിലെ വിധവ തന്റെ ദാസന് വേണ്ടി കൊടുക്കുവാൻ എടുക്കാൻ പോയവൾ, എണ്ണ എടുക്കാൻ പോയവൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നതുപോലെ, അതുണ്ടാക്കി പ്രവാചകന്റെ അരികിൽ കൊണ്ടുവന്നതുപോലെ, വെള്ളം കൊണ്ട് കൊടുത്തതുപോലെ, ഹല്ലേലൂയ, വിഷക്കുപ്പി എടുക്കാൻ പോയവൾ അപ്പം ഉണ്ടാക്കാൻ പോയതുപോലെ അവളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നുവെങ്കിൽ എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. നിങ്ങളെ ദൈവം മാനിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉപയോഗിക്കും, ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ മാനിക്കും. വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, വായ്പ കൊടുക്കാൻ കർത്താവ് തരും. കർത്താവ് എനിക്ക് സമൃദ്ധി തരും. ഇന്നത്തെ ദാരിദ്ര്യങ്ങളെ ദൈവം മാറ്റും, ഇന്നത്തെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റും, ഇന്നത്തെ അവസ്ഥകളെ ദൈവം മാറ്റും. ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ കാണുകയില്ല. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ജബ്ബേസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ, ദൈവം എന്റെ അതിരുകളെ വിശാലമാക്കി, അവൻ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ വിശാലമാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ജബ്ബേസ് തന്റെ സഹോദരവർഗങ്ങളെക്കാൾ അധികം മാന്യനായി തീർന്നു. മാനിക്കുന്ന ദൈവം നിങ്ങളെ മാനിക്കട്ടെ. അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വർദ്ധിപ്പിക്കുന്ന ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. ഉപയോഗിക്കുന്ന ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അഭിഷേകം ചെയ്യുന്ന ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. സംരക്ഷിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ ജൂൺ മാസത്തിലും തുടർന്നുള്ള മാസങ്ങളിലും നിങ്ങൾ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.